പ്രബോധനം ചെയ്യാൻ സമ്മതിക്കാതെ ആ നാട്ടിൽ നിന്നും പുറത്തു പോകുവാൻ അവിടുന്ന് ആവശ്യപ്പെടുകയാണ്. പ്രബോധനത്തിന് സമ്മതിക്കാതെ കല്ലും കൊടച്ചക്കുറുമായി കൊണ്ട് അവരങ്ങ് സക്കരിയാ നബിയെ തല്ലുവാനും അവിടുന്ന് ആക്രമിക്കുവാനും വേണ്ടി ഓടുന്നു. അങ്ങനെ സക്കരിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവനല്ലേ വലുത്, ജീവനും കണ്ടുകൊണ്ട് അവിടുന്ന് സക്കരിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവനും കൊണ്ട് ഓടുകയാണ്. ജീവനും കൊണ്ട് ഓടി 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 തളർന്ന സക്കരിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നു. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ മണ്ണിലേക്ക് വന്നത്. കളത്തൂർ എന്ന് പറയുന്ന വില്ലേജ് പടി എന്ന് പറയുന്ന ഈ പ്രദേശത്തേക്ക് കടന്നു വന്നത് നിന്നെ കണ്ടുകൊണ്ടാണ്, നിന്റെ ദീനിനെ പ്രബോധനം ചെയ്യുവാൻ വേണ്ടിയാണ് എന്ന് അവിടുന്ന് അല്ലാഹുവിനോട് ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാണ് സക്കരിയാ നബി അലൈഹിസ്സലാം. അങ്ങനെ സക്കരിയാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. അല്ലാ, എന്നെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. നിന്റെ പ്രബോധനം ചെയ്യാൻ, നീ പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ, നിന്നിലേക്ക് ക്ഷണിക്കാൻ, ദീനിനെ പ്രബോധനം ചെയ്യാൻ ഇറങ്ങി തിരിച്ചവനാണ് അല്ലാ. ഞാനാകുന്ന നിന്റെ അടിമയാകുന്ന ഈ ഞാൻ പ്രബോധനം ചെയ്യാൻ ഇറങ്ങി തിരിച്ചവനാണ്. പക്ഷേ നാട്ടുകാര് സമ്മതിക്കുന്നില്ല അല്ലാ. എന്നെ ആക്രമിക്കാൻ വരുന്നു അല്ലാ, എന്നെ വധിക്കാൻ വരുന്നു അല്ലാ. അവിടുന്ന് സക്കരിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോൾ ഇലാഹായ ജഗന്നാഥനായ അല്ലാഹു സുബ്ഹാനഹു തആല അവിടുന്ന് ഒരു പടവൃക്ഷത്തെ ഇറക്കുന്നു. ആ പടവൃക്ഷം അങ്ങ് പിളരുന്നു. ആ പടവൃക്ഷത്തിലേക്ക് സക്കരിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങ് കയറുന്നു. ആ പടവൃക്ഷം അങ്ങ് സക്കരിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങ് കയറിയപ്പോ ആ പടവൃക്ഷം അങ്ങ് അടയുന്നു. അടഞ്ഞ പടവൃക്ഷമുണ്ടല്ലോ, സക്കരിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സന്തോഷിക്കുന്നു. അൽഹംദുലില്ലാഹ്, നീ എന്നെ കാത്തല്ലോ അല്ലാഹ്. അവിടുന്ന് സക്കരിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെട്ടെന്നാണ് കരുതുന്നത്. എന്നാൽ എന്റെ പ്രിയരേ, അതാ ആളുകളത് പിന്നാലെ ഓടി വരികയാണ്. എവിടെ നോക്കിയിട്ടും സക്കരിയാ നബിയെ കാണുന്നില്ല. പരിസര പ്രദേശങ്ങളിലെല്ലാം നോക്കി, എവിടെയും സക്കരിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുന്നില്ല. പരിസരങ്ങളിലെല്ലാം നോക്കി ഓടി ഓടി നടക്കുകയാണ്. എവിടെയും സക്കരിയാ നബിയെ കാണുന്നില്ല. പക്ഷേ ഒരുത്തൻ, അതിൽപ്പെട്ട ഒരുത്തൻ ആ മരത്തിന്റെ മുൻപിലെത്തി. മരത്തിന്റെ ശിഖരങ്ങളിലൂടെ അല്ലെങ്കിൽ മരത്തിന്റെ ദ്വാരകളിലൂടെ അതാ മഹാനായ സക്കരിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുടി അവിടുന്ന് കാണുകയാണ്. ഒരു മുടി അവിടുന്ന് കാണുന്നു. അതാ ഈ ചെറുപ്പക്കാരൻ, അതാ ഈ വധിക്കാൻ വന്ന ചെറുപ്പക്കാരുകളിൽ നിന്ന് അതാ ഒരുവനതാ പറയുന്നു, ആരെ തപ്പിയാണോ നാം നടക്കുന്നത്? ആരെ തപ്പിയാണോ നാം നടക്കുന്നത്? അതാ അവനിതാ ഇതിന്റെ ഉള്ളിലുണ്ട്, ഈ പടവൃക്ഷത്തിന്റെ ഉള്ളിൽ അവനുണ്ട് എന്നതാ വിരുദ്ധൻ അവിടുന്ന് പറയുകയാണ്. അങ്ങനെ സക്കരിയാ നബി അലൈഹിസ്സലാമിന് മനസ്സിലായി, ഞാൻ പിടിക്കപ്പെട്ടു. അവിടുന്ന് നബി പറയുകയാണ്, ഞാൻ പിടിക്കപ്പെട്ടു.
എന്ന കാര്യം സക്കരിയ നബി അലൈഹിസ്സലാമിന് മനസ്സിലായി. ഊരിപ്പിടിച്ച വാളുമായി കൊണ്ട് സക്കരിയ നബി അലൈഹിസ്സലാമിന് അറിയുവാൻ വേണ്ടി അതാ അവിടുന്ന് ആ പ്രദേശ പരിസരത്തിലുള്ള ആളുകൾ അതാ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ അവിടുന്ന് അതാ മലക്കുകളുടെ രാജാവ് മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് കടന്നു വരുന്നു. സക്കരിയായുടെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് സക്കരിയ നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, യാ സക്കരിയ, ഓ സക്കരിയ നബിയേ, അങ്ങ് പിടിക്കപ്പെട്ടുവല്ലേ, അങ്ങ് പിടിക്കപ്പെട്ടുവല്ലേ, ഈ നാട്ടിലേക്ക് വന്ന് പ്രബോധനം ചെയ്യുവാൻ വേണ്ടി വന്ന് അള്ളാഹു നിങ്ങളെ കാത്തിട്ടുണ്ട് എന്നല്ലേ, എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ട് എന്നല്ലേ. എന്നാൽ നിങ്ങൾ കേൾക്കണോ, പരവൃക്ഷത്തിന്റെ ഉള്ളിലുള്ള സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അതാ പതിക്കാൻ വന്ന ആളുകൾ കണ്ടു. ഊരിപ്പിടിച്ച വാളുമായി കൊണ്ട് സക്കരിയ നബി അലൈഹിസ്സലാമിനെ വധിക്കാൻ വേണ്ടി മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് അതാ അവിടുന്ന് തയ്യാറായി നിലകൊള്ളുമ്പോ മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ വന്നുകൊണ്ട് അവിടുന്ന് പറയുന്നു, സക്കരിയ നബിയേ, ഓ സക്കരിയ നബിയേ, അല്ലാഹു എന്നോടൊരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് നബിയേ. സക്കരിയ നബിയേ, അങ്ങയോടൊരു കാര്യം മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ഈ നേരത്ത് എന്നോടൊരു കാര്യം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട് നബിയേ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു, അവിടുന്ന് മുഖറബുൽ